all, welcome to Tech Tutor. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചറിലെ മൊഡ്യൂൾ 2 ഇന്റർ രജിസ്ട്രാർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ സെക്ഷനാണ്. കമ്പ്യൂട്ടർ രജിസ്റ്ററിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ടാവാം. എല്ലാത്തിനും നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളാണ് ഇപ്പോൾ RMAR, പ്രോഗ്രാം കൗണ്ടർ, സ്റ്റാറ്റസ് രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എല്ലാം എക്സാമ്പിൾസ് ആണ്. സോ ഒരു n-bit രജിസ്റ്ററിന്റെ സെൽസ് അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്സിനെ നമ്പർ ചെയ്യുന്നത് 1 മുതൽ സീക്വൻസ് ആയിട്ട് n വരെ ആയിട്ടായിരിക്കും. ഈദർ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓർ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. എങ്ങനെയാണെങ്കിൽ ഇപ്പം R എന്ന് പറഞ്ഞൊരു രജിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ A എന്ന് പറഞ്ഞൊരു രജിസ്റ്ററിനെ നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ആൻഡ് അഗെയിൻ ഇപ്പോൾ ഇതിൻ്റെ സൈസ് A8 ആണെങ്കിൽ ഇൻഡിവിജ്വൽ സെൽസ് വന്നിട്ട് ഞാനിവിടെ റൈറ്റ് ടു ലെഫ്റ്റ് നൊട്ടേഷൻ ആണ് കൊടുക്കുന്നത്. A1 മുതൽ ഫ്രം റൈറ്റ് A1, A2, A3, A4, A5, A6, A7, A8 ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻഡിവിജ്വൽ സെൽസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സപ്പോസ് മെമ്മറി അഡ്രസ് രജിസ്റ്റേഴ്സ് ഇസ് ഓഫ് സൈസ് 12. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വന്നിട്ട് നമുക്കിതാ 1 to 12 മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഇങ്ങനെ കൊടുക്കാം. സംടൈംസ് ഈ രജിസ്റ്റേഴ്സ് സബ് ഡിവൈഡഡ് ആയിരിക്കും, സബ് രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. സപ്പോസ് പ്രോഗ്രാം കൗണ്ടറിനെ നമ്മൾ H and L എന്ന് പറഞ്ഞ് സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. ആൻഡ് ഇറ്റ്സ് ഫ്രം 1 to 8 L പോർഷനും 9 to 16 H പോർഷനും അങ്ങനെയൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. സോ രജിസ്റ്റേഴ്സിനെ ഡിനോട്ട് ചെയ്യാം. ഇനി നമ്മൾ അപ്പോൾ രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജിൽ ഇതെല്ലാം എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജിൽ അപ്പോൾ ഫസ്റ്റ് തിങ് രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജ് ആണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. രജിസ്റ്റർ ട്രാൻസ്ഫർ ലാംഗ്വേജ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യേണ്ടത് രജിസ്റ്റേഴ്സിനെ ഡിക്ലെയർ ചെയ്യണം. രജിസ്റ്ററിനെ സ്പെസിഫൈ ചെയ്യാൻ നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്യണം. സോ അതിന് നമ്മൾ ഡിക്ലെയർ രജിസ്റ്റർ എന്ന് പറഞ്ഞ ആദ്യം കീവേഡ്സിൻ്റെ ആൻഡ് കറസ്പോണ്ടിങ് രജിസ്റ്ററിൻ്റെ നെയിം നമ്മൾ മെൻഷൻ ചെയ്യണം വിത്ത് സൈസ്. സോ A8 ഇപ്പോൾ എന്താ ഈ A8 ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി മെമ്മറി അഡ്രസ് രജിസ്റ്റർ ഓഫ് 12 സൈസ് അല്ലെങ്കിൽ പ്രോഗ്രാം കൗണ്ടർ ഓഫ് 16 സൈസ് ഇങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുക. സപ്പോസ് നമുക്ക് ഈ സബ് രജിസ്റ്റേഴ്സിനെ ഡിക്ലെയർ ചെയ്യണം. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്ലെയർ രജിസ്റ്ററിനെ നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തു. ഇനി ഡിക്ലെയർ സബ് രജിസ്റ്റർ PCL. ഇതിൽ PCLന്റെ സൈസ് എത്രയാണ് നമ്മൾ മെൻഷൻ ചെയ്യണം. PC of 1 to 8 comma PCH which is of PC of 9 to 16 ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സബ് രജിസ്റ്ററിന്. ഇനി സെക്കൻഡ് തിങ് നമ്മൾക്ക് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്കിൽ ഇൻഫർമേഷനെ ഒരു രജിസ്റ്ററിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നെക്സ്റ്റ് തിങ് ഇസ് വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ. സോ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ശരിക്കും എന്താണ് ആക്ച്വലി നടക്കുന്നത്? ഇറ്റ് ഇസ് ആക്ച്വലി ദ റീപ്ലേസ്മെന്റ്. ഒരു കണ്ടന്റിനെ റീപ്ലേസ് ചെയ്ത് വേറൊന്ന് ഓവർറൈഡ് ചെയ്യുന്നതിനാണ് ശരിക്കും നമ്മൾ ട്രാൻസ്ഫർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബിയിലെ കണ്ടന്റിനെ നമ്മൾ എയിലേക്ക് മൂവ് ചെയ്യുന്നു. ബി രജിസ്റ്ററിലെ കണ്ടന്റിനെ നമ്മൾ എയിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ഈ ആരോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു കണ്ടീഷനിൽ എയിലെ കണ്ടന്റ് വന്നിട്ട് റീപ്ലേസ്ഡ് ആകും. സോ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഡേറ്റ ലോസ്റ്റ് ആവും. ബട്ട് ബിയിലെ കണ്ടന്റിന് നോട്ട് ചേഞ്ച്. ഇതാണ് ട്രാൻസ്ഫറിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. തേർഡ് തിങ് നമ്മുടെ രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്കിൽ നമ്മൾ ഇനി നോക്കേണ്ടത് കണ്ടീഷണൽ ട്രാൻസ്ഫർ എന്നുള്ളതാണ്. കണ്ടീഷണൽ ട്രാൻസ്ഫർ അതായത് ഒരു കൺട്രോൾ കണ്ടീഷൻ ഉണ്ടാവും. ആ കണ്ടീഷൻ ട്രൂ ആവുന്ന സ്റ്റേറ്റിൽ മാത്രമാണ് കറസ്പോണ്ടിങ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഇപ്പം അതിനൊരു എക്സാമ്പിൾ കണ്ടീഷൻ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. സപ്പോസ് X-T1 ഈസ് എ കണ്ടീഷൻ ആൻഡ് കോളൻ റിപ്രസെൻറ്റ്സ് ദ ടെർമിനേഷൻ ഓഫ് ദ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ മാത്രം ബിയിൽ നിന്ന് എയിലേക്ക് ട്രാൻസ്ഫർ. സോ ഈ LHS പാർട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബൈനറി കണ്ടീഷൻ ആയിരിക്കും. ബൈനറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ബൈനറി കണ്ടീഷൻ ഈക്വൽ ടു 1 ട്രൂ ആകുന്ന കേസിൽ മാത്രമായിരിക്കും ഈ A to B എന്ന ട്രാൻസ്ഫർ നടക്കുന്നത്. സോ LHS ഇസ് എ ബൈനറി കണ്ടീഷൻ വെയർ ദ RHS വിൽ ബി ദ ട്രാൻസ്ഫർ. എന്ത് ഓപ്പറേഷൻ ആണോ ഈ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ട്രൂ ആകുമ്പോൾ നടക്കേണ്ടത് അത്. ഇങ്ങനെയായിരിക്കും കണ്ടീഷണൽ ട്രാൻസ്ഫറിന്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഹാർഡ്വെയർ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണെന്നോട് നമുക്കൊന്ന് നോക്കാം. ഇതെങ്ങനെയായിരിക്കും ഹാർഡ്വെയറിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുകൂടി നമുക്കറിയാം. സോ ഹാർഡ്വെയർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദിസ് കണ്ടീഷണൽ ട്രാൻസ്ഫർ നടക്കേണ്ടത് ബിയിൽ നിന്ന് എയിലേക്കാണ്. സോ ഇതിനെ ഇനേബിൾ ചെയ്യുന്നത്, സോ ദിസ് ഇസ് ലൈക്ക് ഇനേബിളിംഗ് വരുന്നുണ്ട്. അപ്പം എന്തിനെ ബേസ് ചെയ്തായിരിക്കും? ഒരു എക്സ് നമ്മൾ കണ്ടു, ഒരു എക്സ് എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്, X' ആണ്. സോ അതിന്റെ നമ്മൾ കോംപ്ലിമെന്റ് എടുത്തു, X' വന്നു. നൗ നെക്സ്റ്റ് ഈസ് T1. സോ T1 വരുന്നു. ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ ആൻഡ് ചെയ്യുന്നു. ഓക്കെ, വൺ സെക്കൻഡ്, സോറി. ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ ആൻഡ് ഗേറ്റിന് മെൻഷൻ ചെയ്യുന്നു. സോ X' T1 കിട്ടി. ഇതാണ് കറസ്പോണ്ടിങ് ലോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ
ഈ കണ്ടീഷൻ ട്രൂ ആകുന്ന കേസിലാണ് ദിസ് ഇസ് T1 കണ്ടീഷൻ ലോഡ് ഇനേബിൾ ആകുന്നത്. അപ്പോൾ മാത്രം ഈ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ മാത്രമാണ് ശരിക്കും ബിയിൽ നിന്ന് എയിലേക്ക് ട്രാൻസ്ഫർ നടക്കുന്നത്. സോ അതെങ്ങനെയാണെന്നൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സപ്പോസ് എക്സ് 0യും T1 1ഉമാണ്. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ ഇവിടെ എന്താണ്, ഇത് 1 ആകും, T1ഉം 1 ആകും. സോ ആൻഡ് ഗേറ്റിൽ രണ്ടും 1 ആകുമ്പോൾ മാത്രമേ ലോഡ് 1 ആകുള്ളൂ. അപ്പോൾ മാത്രമാണ് ബി ടു എ ട്രാൻസ്ഫർ നടക്കുന്നത്. സോ ഈ കണ്ടീഷൻ ട്രൂ ആകുന്ന കേസിൽ മാത്രം കണ്ടന്റ് ഓഫ് ബി ഈസ് ട്രാൻസ്ഫേർഡ് ടു എ. ഇനി നമുക്ക് കാണാനുള്ള ഈ രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്കിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് എന്തൊക്കെയാണ്, അതിൻ്റെ കറസ്പോണ്ടിങ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ നമുക്കൊന്ന് നോക്കാം. ലെറ്റേഴ്സ് ആൻഡ് സിമ്പിൾ, ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് ന്യൂമറൽസ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം രജിസ്റ്ററിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം എ മെമ്മറി അഡ്രസ് രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്തത്. ഇനി ഒരു സബ്സ്ക്രിപ്റ്റ് ഓഫ് നമ്പറിനെ ഒരു സബ്സ്ക്രിപ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ സപ്പോസ് A2 B6 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്ററിന്റെ കറസ്പോണ്ടിങ് ബിറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിറ്റ് ഓഫ് രജിസ്റ്ററിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് പാരന്തസിസ്. നമ്മൾ പാരന്തസിസ് യൂസ് ചെയ്യുന്നത് ശരിക്കും പോർഷൻ ഓഫ് രജിസ്റ്ററിന് വേണ്ടിയിട്ടാണ്. നമ്മളിതാ ഇവിടെ കണ്ടിരുന്നു ദ പാരന്തസിസിൻ്റെ അകത്ത് PC ഓഫ് L, PC ഓഫ് H ഒരു സബ് പോർഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ആരോ. ആസ് വി നോ ഇറ്റ് ഡിനോട്ട്സ് ട്രാൻസ്ഫർ. ഒരു ബിയിലെ കണ്ടന്റിനെ എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് ഡിനോട്ട് ചെയ്യാൻ. ഫുൾ കോളൻ വന്നിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ശരിക്കും ഇതാ നമ്മളിവിടെ കണ്ടിരുന്നു ഫുൾ കോളൻ യൂസ് ചെയ്യുന്ന കണ്ടീഷനെ കറസ്പോണ്ടിങ് കണ്ടീഷൻ്റെ ടെർമിനേഷന് വേണ്ടിയിട്ടാണ്. സോ ടെർമിനേഷൻ ഓഫ് കൺട്രോൾ കണ്ടീഷനെ ഡിനോട്ട് ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് P0 ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. കമ, നെക്സ്റ്റ് വൺ കമ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, മൈക്രോ ഓപ്പറേഷനെ സെപ്പറേറ്റ് ചെയ്ത് പറയാൻ. സെപ്പറേറ്റ് മൈക്രോ ഓപ്പറേഷൻസ് ലൈക്ക് എങ്ങനെ എ ഗീവിങ് ബി കമ ബി ഗീവിങ് ബി കണ്ടന്റ് ട്രാൻസ്ഫർ ടു എ, അതുപോലെ സിയിലെ കണ്ടന്റ് ബിയിലേക്ക് എന്നൊക്കെ രീതിയിൽ. ലാസ്റ്റ് വൺ വന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്നത്. സ്ക്വയർ ബ്രാക്കറ്റ്സ് നമ്മൾ ഒരു മെമ്മറി ട്രാൻസ്ഫറിലെ അഡ്രസ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ അഡ്രസ് ഫോർ എ മെമ്മറി ട്രാൻസ്ഫർ. ഇപ്പോൾ മെമ്മറി ബഫർ രജിസ്റ്ററിലേക്ക് സപ്പോസ് MARലെ കണ്ടന്റിനെ എന്ന് പറഞ്ഞ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് മെൻഷൻ ചെയ്യുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്നത്. നമുക്കിനി നോക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിം ഡെസ്റ്റിനേഷനിലേക്ക് രണ്ട് സോഴ്സിൽ നിന്നും ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ആകുന്ന കണ്ടീഷൻ. അപ്പം ഒരു ഡിഫറെൻറ്റ് ടൈമിൽ സെയിം ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്ഫർ ആകുന്നത്. ദാറ്റ് മീൻസ് ഇപ്പോൾ T1ലെ ട്രൂ എനേബിൾ ആവുന്ന കണ്ടീഷനിൽ എയിലെ കണ്ടന്റ് സിയിലേക്കും T2ലെ കേസിൽ ബിയിലെ കണ്ടന്റ് സിയിലേക്കും വരുന്നു എന്നുള്ള കണ്ടീഷൻ. അപ്പം സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിൻ്റെ ഹാർഡ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ ഒന്ന് നോക്കാം. ബേസിക്കലി ദിസ് ഇസ് എ ട്രാൻസ്ഫർ ഫ്രം ബി ഓർ എ ടു സിയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. സോ ഇതിൽ നിന്ന് ഡിഫറെൻറ്റ് ടൈമിൽ വരുന്നതുകൊണ്ട് ഒരു സെലക്ട് ഓപ്പറേഷൻ എന്തായാലും വേണം. സോ എന്തെങ്കിലും സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഇസ് എ മക്സ്, ഇറ്റ് ഇസ് എ 2/1 മക്സ്. ആൻഡ് മക്സിൻ്റെ ഇൻപുട്ട് പോർട്ട്സ് 0യും 1ഉം ആണ്. എയുടെ കറസ്പോണ്ടിങ് 0, ബിയുടെ കറസ്പോണ്ടിങ് 1. അപ്പോൾ ഇതിൽ നിന്നായിരിക്കും സിയിലേക്കുള്ള കണ്ടന്റിനെ എനേബിൾ ചെയ്യുന്നത്. ഇത് നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ലോഡ് ചെയ്യുന്ന കണ്ടീഷൻ എപ്പോഴാണെന്നുള്ളതാണ്. സോ ലോഡ് ചെയ്യുന്ന T1 ആൻഡ് T2നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സോ നമ്മൾ OR ഗേറ്റ് T1 T2 T1 ആൻഡ് T2 ആണ്. സോറി, T2 മറ്റേത് T1. ആൻഡ് നൗ T2ൽ നിന്ന് മക്സിൻ്റെ അകത്തൊരു സെലക്ട് വരുന്നത് ഞാൻ T2ൽ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത്. സെലക്ട് ആൻഡ് അഗെയിൻ ഈ കറസ്പോണ്ടിങ് ലോഡിൽ നിന്നാണ് ഞാൻ ഇതിൻ്റെ ഇനേബിൾ സിഗ്നൽ കൊടുക്കുന്നത്. നോട്ടിൽ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ ഇനേബിൾ എന്നുള്ള ഇനേബിൾ ബാർ സിഗ്നൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം ഇനി കണ്ടീഷൻ. ഇതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഹാർഡ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് എയിലെ അല്ലെങ്കിൽ ബിയിലെ കണ്ടന്റ് ആണ് നമ്മൾ സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് നമുക്കിനി T1ലെയും T2ൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ് നോക്കുന്നത്. സപ്പോസ് T1 = 1, T2 = 0. T1 = 1, T2 = 0. സോ 1 0 OR ഗേറ്റിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഹൈ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ T1 ഹൈ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. സോ ഇപ്പോൾ T0യിലെ കണ്ടീഷന് 0 ആണ്, T2ലെ ഇതാണ് നമ്മൾ ഇതിലേക്ക് മക്സിലെ സെലക്ട് കൊടുക്കുന്നത്. സോ എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് 0 പോർട്ടിലെ ഇതിനെയാണ് ഇനേബിൾ ആകുന്നത്. സോ ലോഡ് ആസ് അഗെയിൻ 1 ആൻഡ് അഗെയിൻ ഇത് വരുന്നത് കൊണ്ട് 1 ആകുമ്പോൾ കറസ്പോണ്ടിങ് 0ലെ കണ്ടന്റ് 0 പോർട്ടിലേക്ക് വരുന്നത്, അതായത് എയിലെ കണ്ടന്റ് സിയിലേക്ക് വരും.
സോ ഇതിൽ നിന്ന് OR ഗേറ്റിലേക്ക് പോകുന്നു ആൻഡ് ദാറ്റ് വിൽ ബി അഗെയിൻ ബി 1. അതുകൊണ്ട് കറസ്പോണ്ടിങ് T0 ആണ് സെലക്റ്റിൽ പോകുന്നത്. അതുകൊണ്ട് എയിലെ കണ്ടന്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യും. സെയിം വേ ഇനി തിരിച്ചാകുമ്പോൾ ദാറ്റ് മീൻസ് T1ലെ കണ്ടന്റ് 0യും T2ലെ കണ്ടന്റ് 1 ആകുന്നു. അപ്പോഴും ഇവിടെ 1 തന്നെയാണ് ഔട്ട്പുട്ട്, ബിക്കോസ് OR ഗേറ്റിൽ എന്തെങ്കിലും ഒരെണ്ണം മതി. സോ T1 ഈക്വൽ ടു 0, T2 ഈക്വൽ ടു 1. സോ ഇവിടുന്ന് സെലക്ട് ആകുന്നത് പോർട്ട് 1ലേക്ക് വരുന്നതാണ്. അതായത് ബിയിലെ കണ്ടന്റ് ആയിരിക്കും സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ എഗെയിൻ ഇത് OR ഗേറ്റിൽ വരുമ്പോൾ 1 ആയിരുന്നത് കൊണ്ടും സെലക്ട് വന്നിട്ട് ഇവിടെ 1 വരുന്നത് കൊണ്ടും ബിയിലെ കണ്ടന്റ് ആണ് സിയിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത്. സോ സംഹൗ T1 ഓർ T2 ഇനേബിൾ ആകുമ്പോൾ ട്രാൻസ്ഫർ നടക്കും. കറസ്പോണ്ടിങ് T2ലെ കണ്ടന്റ് ആയിരിക്കും സെലക്ട് ചെയ്യേണ്ട പോർട്ടിൽ ഡിസൈഡ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സസ് ഉടനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. താങ്ക് യു.